خلال قراءة القرآن نجد هكذا ثلاثة تشكيلات للدلالة على الإدغام والإخفاء والتفريق بينهما يعرف بالتلقي. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ഖുർആനിലെ അടയാളങ്ങൾ മനസ്സിലാക്കുക. ഇതുവരെ നമ്മൾ പഠിച്ചു. ഈ അടയാളവും ഇതും ഒക്കെ വേറെ വേറെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ ഇദ്ഗാം ഉണ്ടെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇഖ്ഫാ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ ലാമുമ്മലും റാ ഉമ്മലും എങ്ങനെ ഇദ്ഗാം ബിലാ ഗുന്നയാണെന്നും മനസ്സിലാക്കണം. ഞാൻ കുറച്ച് എളുപ്പത്തിൽ ഇങ്ങനെ പറയും, കാരണം ചെറിയ സമയമുള്ളൂ. ഓക്കെ. പിന്നെ അംസിലത്തുല്ലിൽ ഇദ്ഗാമി ബിലാ ഗുന്ന, നമ്മൾ സൂറത്ത് വൈലുല്ലി കുല്ലി ഹുമസത്തിൻ വൈലുൻ ഇങ്ങനെയാണ് എഴുതുക. പക്ഷേ നമ്മൾ ഓതുക വൈലുല്ലി, ഒരു തമ്മിനതി കൊടുത്തുകൊണ്ട് കെസറിട്ടി വൈലുല്ലി കുല്ലി എന്നത്. പിന്നെ അബദർ റളിയല്ലാഹു, അതുപോലെ ഹുമസത്തിൽ ലുമസ ഈശത്തിർ റാദിയ. പിന്നെ അംസിലത്തുല്ലിൽ ഇദ്ഗാമി ബി ഗുന്ന, അപ്പോൾ ഇത് ബിലാ ഗുന്നയാണ്. അപ്പോൾ റസൂലും മിനല്ലാഹി സുഹ്ഫം മുതഹറ ഖൈറൻ യറ ശർറൻ യറ. ഓക്കെ. ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. പിന്നെ അംസിലത്തുൽ ഇഖ്ഫാ ഇന്നഹു ലഖൗലും ഫസ്ൽ വവജദക ളാലം ഫഹദ മിമ്മാ ഇൻ ദാഫിഖ് ആഇലം ഫഅഗ്ന ബൈ യതീമം ഫആവ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ തരിമൂക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഓതുക. പിന്നെ ഇതിലൊക്കെ ഇദ്ഗാമാണ്, പക്ഷേ ബിലാ ഗുന്ന എന്ന് പറയും, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം എന്നർത്ഥം. ഓക്കെ.